വ്യൂ ഇമേജ് സെറ്റ് ചെയ്തിരിക്കുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ കഴിയും. അതായത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയും ഫോണിന്റെ സ്പീഡ് കുറയ്ക്കാൻ 4 കാര്യങ്ങൾ എന്ന് എഴുതിയിട്ട് ഇവിടെ ഒരു ഇമേജ് കാണാൻ കഴിയും. അതുപോലെ തന്നെ ആ വീഡിയോനെ കുറിച്ചിട്ടുള്ള ഒരു ഇമേജ്, ആ വീഡിയോയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളെല്ലാം എഴുതിയതിന് ശേഷമുള്ള ഒരു ഇമേജ് മലയാളത്തിൽ ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ കഴിയും. ഇവിടെ ഒരുപാട് ഇമേജസ്, ഇതെല്ലാം ആ വീഡിയോയിൽ ഉള്ള ഇമേജ് അല്ല, ഇതെല്ലാം സെപ്പറേറ്റ് ആഡ് ചെയ്തിരിക്കുകയാണ്. ഒരു ഫോട്ടോ ആ വീഡിയോക്ക് ഫ്രണ്ട് ഭാഗത്തായിട്ട് പ്രിവ്യൂ ആയിട്ട് ഒരു ഫോട്ടോ വെച്ചിരിക്കുകയാണ്. ബമ്പർ ഓഫർ, ഫ്രീ ഡാറ്റ എന്നെല്ലാം എഴുതിയിട്ട് ഇങ്ങനെ ഒരുപാട് ഇമേജസുകൾ, ഓരോ വീഡിയോയ്ക്കും അതിൻ്റെതായ ഇമേജുകൾ സെറ്റ് ചെയ്തിരിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ കഴിയും. അപ്പോൾ അത് എങ്ങനെ സെറ്റ് ചെയ്യണം എന്നുള്ളതിനെ കുറിച്ചാണ് ഞാൻ പറയാൻ പോകുന്നത്. അതിനായിട്ട് ആദ്യം നിങ്ങളുടെ യൂട്യൂബിന്റെ ഡാഷ്ബോർഡ് ഓപ്പൺ ചെയ്യുക. ഞാനിപ്പോൾ എൻ്റെ യൂട്യൂബിന്റെ ഡാഷ്ബോർഡ് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഓപ്പൺ ചെയ്തതിന് ശേഷം അതിനകത്ത് വീഡിയോ മാനേജർ എന്നുള്ളത് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ എല്ലാ വീഡിയോസും ഇവിടെ നിന്ന് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഏത് വീഡിയോക്കാണോ നിങ്ങൾക്ക് തംബ്നെയിൽ വെക്കേണ്ടത് എന്ന് വെച്ചാൽ ആ വീഡിയോയുടെ എഡിറ്റ് ബട്ടനകത്ത് പ്രസ് ചെയ്യുക. എഡിറ്റ് ബട്ടനകത്ത് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഇമേജ് ആയിരിക്കും ഉണ്ടാവുക. നിങ്ങൾക്ക് ഇതിന്റെ ഈ റൈറ്റ് ഭാഗത്തായിട്ട് ഇതാണ് ഞാൻ വെച്ചിരിക്കുന്ന തംബ്നെയിൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയും. വളരെ എളുപ്പത്തിൽ എങ്ങനെ ഇൻട്രോ വീഡിയോ നിർമ്മിക്കാം എന്നുള്ളതിനെ കുറിച്ചും അതുപോലെ തന്നെ എന്റെ ഫോട്ടോയും വെച്ചിട്ടുള്ള ഒരു തംബ്നെയിലാണ് ഈ നിങ്ങൾ കാണുന്നത്. ഈ തംബ്നെയിൽ സെറ്റ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് റൈറ്റ് സൈഡ്, ഈ ഫോട്ടോന്റെ റൈറ്റ് സൈഡായിട്ട് നിങ്ങൾക്ക് ഒരുപാട് ഇമേജസ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയും. അതിനകത്തെല്ലാം മൗസിന്റെ ആരോ കൊണ്ടുപോകുമ്പോൾ സെറ്റ് ആസ് തംബ്നെയിൽ എന്ന് എഴുതിയിരിക്കുന്നത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയും. ഇതിന്റെ ഏറ്റവും അവസാനത്തെ ഇമേജ് അതിനകത്ത് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ നിന്ന് കാണാൻ കഴിയും ചേഞ്ച് എ ഇമേജ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഒന്നും തന്നെ ഉണ്ടാവില്ല. ആദ്യമായിട്ട് നിങ്ങളൊരു വീഡിയോ ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അവിടെ ഒന്നും ഉണ്ടാവില്ല. ഇവിടെ അപ്ലോഡ് എ ഇമേജ് അല്ലെങ്കിൽ കസ്റ്റം തംബ്നെയിൽ എന്നായിരിക്കും എഴുതിയിരിക്കുക. ഇതിനകത്ത് ഇവിടെ പ്രസ് ചെയ്യുക. ഞാനിപ്പോൾ ഇവിടെ ചേഞ്ച് ഇമേജ് എന്നുള്ളതിനകത്ത് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ കമ്പ്യൂട്ടറിന്റെ ലൊക്കേഷൻ ഓപ്പൺ ആവുന്നതാണ്. ഇതിൽ നിന്ന് നിങ്ങൾക്ക് ഏത് ഇമേജ് ആണോ വെക്കേണ്ടത് എന്ന് വെച്ചാൽ നിങ്ങൾ ചൂസ് ചെയ്ത് കൊടുക്കാം. ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക്കായിട്ട് അപ്ലോഡ് ആയതിനു ശേഷം ഇവിടെ സെറ്റ് ആവുന്നതാണ്. സെറ്റ് ആയതിനു ശേഷം ഇവിടെ സേവ് എന്ന് കൊടുക്കുക. നിങ്ങളൊരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് ഈ ഓപ്ഷൻ നിങ്ങളുടെ വീഡിയോയുടെ താഴ്ഭാഗത്തായിട്ടോ അല്ലെങ്കിൽ ഇതുപോലെ തന്നെ വീഡിയോയുടെ താഴ്ഭാഗത്തായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇത് നമ്മൾ ഓൾറെഡി ഉള്ള ഒരു വീഡിയോ ആയതുകൊണ്ട്, ഓൾറെഡി ഉള്ള ഒരു വീഡിയോ എഡിറ്റ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഈ റൈറ്റ് സൈഡ് കാണുന്നത്. നിങ്ങൾ പുതിയൊരു വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ, പുതിയൊരു വീഡിയോ ഇതുപോലെ ആഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് താഴ്ഭാഗത്തായിട്ടായിരിക്കും ഈ ഓപ്ഷൻ ഉണ്ടാവുക. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണ് യൂട്യൂബ് തംബ്നെയിൽ ക്രിയേറ്റ് ചെയ്യേണ്ടത് എന്ന് മനസ്സിലായിട്ടുണ്ടാവും എന്ന് കരുതുന്നു. നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ഈ അറിവ് ലഭിക്കാൻ വേണ്ടി നിങ്ങൾ എല്ലാവരും ഷെയർ ചെയ്യുക. മൊബൈൽ, കമ്പ്യൂട്ടർ, ഇലക്ട്രോണിക്സ് ഇവയെക്കുറിച്ചുള്ള പുത്തൻ അറിവുകൾ നിങ്ങളുടെ ഫേസ്ബുക്കിനകത്തും യൂട്യൂബിനകത്തും ലഭിക്കാൻ നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതിനോട് ചേർന്ന് വരുന്ന ബെൽ സിംബലിലും പ്രസ് ചെയ്ത് നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ഫേസ്ബുക്ക് പേജും ലൈക്ക് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.